വീട് വീടാന്തരം കയറുമ്പോ അല്ലെങ്കിൽ തെരുവിൽ ഓരോ വോട്ടറെയും കാണുമ്പോൾ BJP പ്രവർത്തകരും നേതാക്കന്മാരുമായ നമ്മൾ സാധാരണ ജനങ്ങളോട് അവരുടെ മനസ്സാക്ഷിയുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇടതുപക്ഷ മുന്നണി പറയുന്നല്ലോ ഭരണം തുടരണം, അതിന് അവസരം കൊടുക്കണം എന്ന്. 35 വർഷക്കാലം ഭരണം തുടരാൻ അനുവാദം കൊടുത്ത ഒരു സംസ്ഥാനമുണ്ട് ഈ രാജ്യത്ത്, പശ്ചിമ ബംഗാൾ. മാർക്സിസ്റ്റ് പാർട്ടി 35 വർഷക്കാലം തുടർച്ചയായിട്ട് ഭരണം നടത്തിയ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ഒരുപക്ഷെ ലോകത്തിന്ന് ഇത്രയുമേറെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തുടർച്ചയായിട്ട് ഭരിച്ച ഒരു ജനാധിപത്യ സംവിധാനം ഇല്ല. ഒരുപക്ഷെ ചൈനയിലുണ്ടാവും, ഒരുപക്ഷെ റഷ്യയിലുണ്ടാവും, അത് ജനാധിപത്യമല്ല. ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നത് ഇന്ത്യയിലെ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന്റെ ഭരണരംഗത്താണ്. ആ പശ്ചിമ ബംഗാളിൽ 35 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചു കഴിഞ്ഞപ്പോൾ പശ്ചിമ ബംഗാൾ എവിടെ നിൽക്കുന്നു? ഇത് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പശ്ചിമ ബംഗാൾ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ആധിപത്യം കൈക്കലാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി അല്ലായിരുന്നു, കൽക്കട്ടയായിരുന്നു. എന്താ കാരണം? അന്ന് കൽക്കട്ടയായിരുന്നു, ബംഗാളായിരുന്നു ഏറ്റവും സമൃദ്ധമായ സ്ഥലം, ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം. ആ പഴയ കാലത്ത് എല്ലാവരും പറയുമായിരുന്നു, ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്ന്. അവിടെയാണ് വിവേകാനന്ദ സ്വാമികളും അതേപോലെയുള്ള വലിയ ആചാര്യന്മാരുണ്ടായത് ആധ്യാത്മിക രംഗത്ത്. അവിടെയാണ് രാഷ്ട്രീയ ആചാര്യന്മാരുണ്ടായത്, അവിടെയാണ് വ്യവസായികൾ ഉണ്ടായത്. നമ്മുടെ അംബാസഡർ കാറും ഒക്കെ ഉണ്ടാക്കുന്ന ബിർളയുടെ ഒക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ഉണ്ടായതും കൽക്കട്ടയില. ലോക രാജ്യങ്ങളേക്ക് വേണ്ട ചണം ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന കൽക്കട്ടയില. അങ്ങനെ കൽക്കട്ട ആഗോള തലത്തിൽ ശ്രദ്ധേയമായ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരവും പ്രദേശവുമായിരുന്നു. പശ്ചിമ ബംഗാൾ ഏറ്റവും സമ്പന്നമായ സ്ഥലമായിരുന്നു. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് 35 വർഷം ഭരണം നടത്തിയത്. ഇന്ന് 35 വർഷം കഴിയുമ്പോൾ ആ പശ്ചിമ ബംഗാളിന്റെ ഭരണ തുടർച്ച കിട്ടിയ 35 വർഷം തുടർച്ചയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച ആ പശ്ചിമ ബംഗാളിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ലോക റെക്കോർഡുകളുടെ ഘോഷയാത്രയാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന എത്രയോ വലിയ പ്രത്യേകതകൾ ഇന്നുണ്ട്. ഇത് നമ്മൾ അറിയണം. ഇത് ജനങ്ങളെ പിടിച്ചു നിർത്തി അവരുടെ മനസ്സാക്ഷിക്ക് മുമ്പാകെ നമ്മൾ നിരത്തി അക്കമിട്ട് എണ്ണി പറയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും കാണാവുന്ന ഒരു കാര്യമാണ്, ലോക ചരിത്രത്തിൽ മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷ. ലോകത്ത് 224 രാജ്യങ്ങളിൽ ഒരൊറ്റ രാജ്യത്തെ ഉള്ളൂ ഇന്ത്യയിൽ, അത് പശ്ചിമ ബംഗാളിൽ മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടി 35 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ മാത്രം മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷ ഇന്നുകൊണ്ട് നമുക്ക് അവിടെ ചെന്നാൽ കാണാം. മനുഷ്യന്റെ മലം മനുഷ്യൻ ചുമക്കുന്ന തോട്ടിപ്പണി ലോകത്തെവിടെയെങ്കിലും ഇന്ന് കാണാൻ കഴിയുമെങ്കിൽ 35 വർഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച പശ്ചിമ ബംഗാളിൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. ലോക റെക്കോർഡാ. ലോകത്തെ ഏറ്റവും വലിയ ചുവന്ന തെരുവ് എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഉപജീവനം കഴിക്കുന്ന പ്രദേശമുണ്ടെങ്കിൽ 35 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പശ്ചിമ ബംഗാളാണ്, കൽക്കട്ടയാണ്. അത് മാത്രമല്ല, പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചേരിയിൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം, ചേരികളിൽ പാർക്കുന്ന സ്ഥലം നേരത്തെ ബോംബെ ആയിരുന്നു. അതിനെ കടത്തിവെട്ടിക്കൊണ്ട് ഇന്ന് കൽക്കട്ട മാറിയിരിക്കുന്നു. 35 വർഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച പശ്ചിമ ബംഗാളിലെ മറ്റൊരു ലോക റെക്കോർഡാണ്. അതുപോലെ ഗ്രാമീണ റോഡുകളും ഗ്രാമീണ വൈദ്യുതിയും 80% ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ലോകത്തെ ഒരേ ഒരു പ്രദേശം ആഫ്രിക്കയിലെ സോമാലിയ പോലും അതിനേക്കാൾ ഭേദം. അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലും പിന്നിലാക്കിക്കൊണ്ട് പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിൽ, കുടിവെള്ളത്തിന്റെ, റോഡിന്റെ, വൈദ്യുതിയുടെ കാര്യത്തിൽ 80% ജനങ്ങളും ദാരിദ്ര്യരേഖയുടെ താഴെ കഴിയുന്ന സംവിധാനങ്ങളില്ലാത്തൊരു പ്രദേശമുണ്ടെങ്കിൽ 35 വർഷം മാർക്സിസ്റ്റ് പാർട്ടി തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്ന പശ്ചിമ ബംഗാളാണ്. ആ പശ്ചിമ ബംഗാളിലാണ് ഇന്ന് മനുഷ്യൻ ഒരു ദിവസം 40 രൂപയ്ക്കും സ്ത്രീകൾ, 50 രൂപയ്ക്കും പുരുഷന്മാർ പണിയെടുക്കുന്ന പ്രദേശം. ഒരു സ്ത്രീക്ക് ഒരു ദിവസത്തെ പണിക്കൂലി പശ്ചിമ ബംഗാളിൽ തൊഴിലാളി വർഗത്തിന്റെ, അധ്വാന വർഗത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടി 35 വർഷം അധികാരത്തിലിരുന്ന പശ്ചിമ ബംഗാളിൽ ഒരു സ്ത്രീ തൊഴിലാളിക്ക് ഒരു ദിവസം 40 രൂപ കൂലി, പുരുഷ തൊഴിലാളിക്ക് 50 രൂപ കൂലി. ഇന്ന് കേരളത്തിന്റെ തെരുവില് പശ്ചിമ ബംഗാളിൽ നിന്ന് വന്നു കിടക്കുന്നത് എത്ര പേരാണെന്ന് അറിയുമോ? 12 ലക്ഷം പേരാ. ഇത്ര മനോഹരമായ കമ്മ്യൂണിസ്റ്റ് ഭരണം സ്വർഗമായിരുന്നു പശ്ചിമ ബംഗാളെങ്കിൽ ആ പശ്ചിമ ബംഗാളിൽ നിന്ന് 12 ലക്ഷം തൊഴിലാളികൾ കേരളത്തിന്റെ തെരുവുകളിൽ വന്ന് പണിയെടുക്കുമായിരുന്നു. ഇന്ന് പെയിന്റ് അടിക്കാൻ, മേസ്തിരി പണിക്ക്, എന്തിന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായിട്ട് 120 പശ്ചിമ ബംഗാളുകാർ കാഞ്ഞിരപ്പള്ളിയിൽ പരിശീലനം പൂർത്തിയാക്കി നിൽക്കുക. റബ്ബർ ടാപ്പ് ചെയ്യാൻ തയ്യാറാ, ഏത് പണിക്കും തയ്യാറാ.
ഇവിടെ രാവിലെ 10 മണിക്ക് തുടങ്ങി 4 മണിക്ക് പണി തീർക്കുമെങ്കിൽ ഈ പശ്ചിമ ബംഗാളുകാരൻ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പണിയാൻ തയ്യാറാണ്. ആ തരത്തിൽ ദിവസം 60 രൂപയ്ക്ക്, ദിവസം 80 രൂപയ്ക്ക്, ദിവസം 150 രൂപയ്ക്കൊക്കെ പണിയുന്ന പശ്ചിമ ബംഗാളുകാരെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്നത് അവന് ഗൾഫാ. ഇത് ഞാൻ പറയുന്നത് കേവലം ഒരു കഥയല്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എറണാകുളത്ത് MG റോഡിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് ഞായറാഴ്ച തുറക്കുന്ന ബ്രാഞ്ചാ. ഞായറാഴ്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് തുറക്കുമോ? പക്ഷേ എറണാകുളത്ത് MG റോഡിൽ ഒരു ശാഖ അതിനുവേണ്ടി തന്നെ വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താ കാരണം എന്നറിയാവോ? പശ്ചിമ ബംഗാളിലെ തൊഴിലാളിക്ക് ഞായറാഴ്ച അവധിയാ. അവൻ ഒരാഴ്ച കിട്ടുന്ന പണിക്കൂലി പശ്ചിമ ബംഗാളിലേക്ക് അയക്കുന്നത് MG റോഡിൽ ഞായറാഴ്ച തുറക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്കിന്റെ കൗണ്ടറിൽ കൂടെയാ. അവിടെ രാവിലെ 9 മണിക്ക്, 10 മണിക്കല്ല, 9 മണിക്ക് ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡിലെ ഈ ബ്രാഞ്ച് തുറന്നാൽ അടയ്ക്കുന്നത് രാത്രി 2 മണിക്കാണ്. ഓഫീസ് ടൈം എപ്പോഴാ? 4 മണിക്ക് അടയ്ക്കണം. പക്ഷെ 4 മണിക്ക് നോക്കുമ്പോഴും ക്യൂവിൽ എത്ര പേരുണ്ടെങ്കിലും അവരെയും കൂടി പണം അടയ്ക്കാൻ അനുവദിക്കണമെന്ന് നിയമമുണ്ട്. ആ നിയമം പാലിക്കാൻ വേണ്ടി ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ ക്യൂ തീരാൻ കാത്തു നിൽക്കുന്നു. അവസാനം രാത്രി 2 മണിക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡിലെ ബ്രാഞ്ച് അടയ്ക്കുന്നത്. എങ്ങോട്ടാ പണം അടയ്ക്കുന്നത്? പശ്ചിമ ബംഗാളിലേക്ക് 2000 രൂപയും 1500 രൂപയും 3000 രൂപയും 4000 രൂപയും ഒരാഴ്ചക്കാലത്തെ പണിക്കൂലി സ്വന്തം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങിക്കൂടുക രാത്രിയിൽ. അല്ലെങ്കിൽ എറണാകുളം സ്തംഭിക്കുക. അതുകൊണ്ടാണ് രാത്രിയിലും തുറന്നു വെച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യമായത് പശ്ചിമ ബംഗാൾ 35 വർഷക്കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ സംസ്ഥാനത്ത് എന്തെങ്കിലും വികസനം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കൽക്കട്ട എന്ന് പറയുന്ന നഗരത്തിലെ 60% കെട്ടിടങ്ങളുടെ പഴക്കം 400 വർഷം ബ്രിട്ടീഷുകാരനുണ്ടാക്കിയതാണ്. ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ കെട്ടിടം അല്ലാതെ വേറൊന്നും ഇന്നും പശ്ചിമ ബംഗാളിലെ തലസ്ഥാന നഗരിയിലില്ല. ഇങ്ങനെ ലോക റെക്കോർഡുകൾ, ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ പിന്നോക്കാവസ്ഥയുടെ ലോക റെക്കോർഡുകൾ ഉണ്ടാക്കിയ പശ്ചിമ ബംഗാൾ. ഏതെങ്കിലും ഒരു വ്യവസായം വന്നാൽ, ഏതെങ്കിലും ഒരു പുതിയ ഫാക്ടറി വന്നാൽ, ഏതെങ്കിലും ഒരു മുതൽ മുടക്കാൻ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അവനെതിരെ സമരം പ്രഖ്യാപിക്കുന്ന പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാക്ടറുകളുടെ മുമ്പിൽ മനുഷ്യൻ കിടന്നുകൊണ്ട് പ്രതിരോധിച്ച പശ്ചിമ ബംഗാൾ. ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്പ്യൂട്ടർ ഇറക്കാൻ തുടങ്ങിയപ്പോൾ ആ കമ്പ്യൂട്ടർ കണ്ടെയ്നറിനെതിരെ സമരം നടത്തി കപ്പൽ തിരിച്ചുവിട്ട പശ്ചിമ ബംഗാൾ. ഇങ്ങനെ പുരോഗതിയുടെ, വികസനത്തിന്റെ, മുന്നേറ്റത്തിന്റെ സകല സമസ്ത മേഖലകൾക്കുമെതിരെ മുഖം തിരിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ 35 വർഷത്തെ ഭരണം തുടർച്ചയായിട്ട് നടന്ന പശ്ചിമ ബംഗാൾ ലോക ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിൽ. ആ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ അച്യുതാനത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കേരളത്തിൽ വോട്ട് ചോദിക്കുന്നതെങ്കിൽ കേരളത്തെ പശ്ചിമ ബംഗാളാക്കാനാണോ എന്ന് ഈ സഖാക്കന്മാരോട് ചോദിക്കുന്നു. ആരുണ്ടാക്കിയതാ? UDF LDF ഉണ്ടാക്കിയതല്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ രാജാവ് ഉണ്ടാക്കിയതാണ്. കൊച്ചി തുറമുഖം നമ്മൾ കാണുന്നു. ഇന്ന് കണ്ടെയ്നർ ടെർമിനൽ അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ട് 60 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് സ്ഥാപിക്കാൻ പറ്റുന്നത്. ഈ കൊച്ചി തുറമുഖം ആരുണ്ടാക്കിയതാ? LDF UDF ഉണ്ടാക്കിയതല്ല, രാജാവ് ഉണ്ടാക്കിയതാ. ആകാശവാണി ഇതാരുണ്ടാക്കിയതാ? LDF UDF ഉണ്ടാക്കിയതല്ല, രാജാവ് ഉണ്ടാക്കിയതാ. നമ്മുടെ തിരുവനന്തപുരത്തെ വാനനിരീക്ഷണ കേന്ദ്രം, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരുണ്ടാക്കിയതാ? LDF UDF ഉണ്ടാക്കിയതല്ല, രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയതാ. FACT എന്ന് പറയുന്ന ഫല നിർമ്മാണശാല ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടാക്കിയതല്ല, രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയതാ. ചവറ ടൈറ്റാനിയം പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫാക്ടറി ആരുണ്ടാക്കിയതാണ്? അത് രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. LDFും UDFും ഉണ്ടാക്കിയതല്ല. നമ്മുടെ ജലവൈദ്യുത പദ്ധതികൾ രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. LDFും UDFും ഉണ്ടാക്കിയതല്ല. നമ്മുടെ MC റോഡ് അടക്കമുള്ള സ്റ്റേറ്റ് ഹൈവേകൾ, നാഷണൽ ഹൈവേകൾ ആരുണ്ടാക്കിയതാണ്? രാജാവ് ഉണ്ടാക്കിയതാണ്. LDFും UDFും ഉണ്ടാക്കിയതല്ല. നമ്മുടെ ഈ സംസ്ഥാനത്തൂടെ കടന്നു പോകുന്ന റെയിൽവേ ലൈനുകളും റെയിൽവേ സ്റ്റേഷനുകളും ആരുണ്ടാക്കിയതാണ്? രാജാവ് ഉണ്ടാക്കിയതാണ്. LDFും UDFും ഉണ്ടാക്കിയതല്ല. വലിയൊരു ലിസ്റ്റാണ് ഇതൊക്കെ പറഞ്ഞു പോയാൽ. ഇവിടെ LDFും UDFും ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുത്ത എന്തെങ്കിലും ഒരു വ്യവസായം, ഏതെങ്കിലും ഒരു സാമൂഹിക മുന്നേറ്റപരമായിട്ടുള്ള ഒരു വസ്തുത ഈ രണ്ട് മുന്നണികൾക്കും പറയാൻ സാധ്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. എണ്ണി എണ്ണി ചോദിക്കണം ജനങ്ങളോട്. ഈ മുന്നണികൾ ഭരിച്ചിട്ട് ഇവർ രണ്ടുപേരെയും നമ്മൾ 60 വർഷക്കാലം 5 തവണ 6 തവണ ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ചിട്ട് എന്ത് കിട്ടി? ഓരോ 5 വർഷം കഴിയുമ്പോഴും LDFകാരനെ മാറ്റും, UDFകാരനെ കയറ്റും, പിന്നെ UDFകാരനെ മാറ്റും, LDFകാരനെ കയറ്റും. അവസാനം നമുക്ക് എന്താ സംഭവിച്ചത്? നമ്മൾ പാപ്പരായി, സകലാർത്ഥത്തിലും പാപ്പരായി. വിദ്യാഭ്യാസ മേഖല ഞാൻ പറയേണ്ട കാര്യമില്ല. ആരോഗ്യ മേഖല നമ്മൾ അനുഭവിക്കുന്നതാ. വ്യാവസായിക രംഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭക്ഷ്യമേഖല ഇന്ന് വൈകുന്നേരം വാർത്ത കേൾക്കുമ്പോൾ അരിയുടെ വില 30 രൂപയായി കഴിഞ്ഞു കേരളത്തിൽ. സിലിണ്ടറിന് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലാവസ്ഥ തീയതി അങ്ങ് കഴിഞ്ഞാൽ 665 രൂപ ഒരു ഗ്യാസ് സിലിണ്ടറിന്. അതായത് ഏപ്രിൽ 13-ാം തീയതി കഴിഞ്ഞാൽ. ഇന്ന് പത്രത്തിൽ വാർത്തയുണ്ട്,
ഈ സകല മേഖലകളും പിടിവിട്ടു പോവുകയാണ്. ഈ തരത്തിലേക്ക് ദുസ്സഹമായ വിധത്തിൽ ഈ സംസ്ഥാനത്തെ കൊണ്ട് എന്ന് എത്തിച്ചത് ആരാ? ഈ രണ്ട് മുന്നണികളാണ്. ഇത് ഇവിടെ ഈ സംസ്ഥാനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിജെപിക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നു അന്ന് സമ്പന്നമായിരുന്ന കേരളത്തെ പോലെയല്ല, സമ്പന്നമായിരുന്ന പശ്ചിമ ബംഗാളിനെ പോലെയല്ല. ബിജെപി അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളെല്ലാം പട്ടിണി സംസ്ഥാനങ്ങളായിരുന്നു, പിന്നോക്ക സംസ്ഥാനങ്ങളായിരുന്നു. ഇന്ന് ബിജെപി ഭരിക്കുന്ന മധ്യപ്രദേശ് ഏറ്റവും വരണ്ട സംസ്ഥാനം, തൊഴിലില്ലായ്മയുടെ സംസ്ഥാനം, പട്ടിണി മരണങ്ങളുടെ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ മനുഷ്യൻ കെടുതി അനുഭവിച്ച പ്രദേശമായിരുന്നു. ഇന്ന് എവിടെയാണ് മധ്യപ്രദേശിന്റെ സ്ഥാനം? നമുക്കിന്ന് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഗുജറാത്ത്, ചതുപ്പ് നിലങ്ങളുള്ള പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ജനത കോൺഗ്രസ് ഭരണത്തിന്റെ കീഴിൽ എഴുതിത്തള്ളപ്പെട്ട ഒരു ജനതയായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിയുടെ കീഴില് ലോകത്തെ ഏറ്റവും രണ്ടാമത്തെ ഗവൺമെന്റ് ഭരണകൂടം വികസനം ഗുജറാത്താണ് എന്ന് ലോക തലത്തിൽ തന്നെ വിലയിരുത്തി അംഗീകരിച്ചിരിക്കുന്നു. രാജസ്ഥാൻ മണലാരണ്യമായിരുന്നു. കോൺഗ്രസിന്റെ കുത്തക ഭരണം അവസാനിപ്പിച്ച് ബിജെപി അധികാരത്തിൽ വന്നപ്പോ രാജസ്ഥാൻ ലോക ഭൂപടത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വന്നപ്പോ ഒരു ഗ്രാമം സന്ദർശിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ബിജെപി അന്ന് ഭരിക്കുന്ന രാജസ്ഥാനിലെ ഒരു ആദിവാസി ഗ്രാമമാണ്. അവിടെ IT ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ പണിയെടുക്കുന്ന ആദിവാസി പെണ്ണുങ്ങളുടെ വനിതകളുടെ പരിപാടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുത്തു. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിലാണ്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ ബീഹാർ ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇരുണ്ട സംസ്ഥാനം എന്നാ പറഞ്ഞിരുന്നത് ബീഹാർ. പിന്നോക്കക്കാരുടെ, പട്ടിണിക്കാരുടെ, വിദ്യാഭ്യാസമില്ലാത്തവരുടെ, വിവരമില്ലാത്തവരുടെ, ജാതി രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട ഭൂപ്രദേശം എന്ന് പറയുന്ന ബീഹാർ 25 വർഷക്കാലം ഞാൻ അധികാരത്തിലിരിക്കും എന്നെ മാറ്റാൻ കഴിയില്ല എന്ന് ലാലു പ്രസാദ് വീമ്പ് പറഞ്ഞ ബീഹാർ, ജാതി രാഷ്ട്രീയത്തിന്റെ കൂത്തരങ്ങായ ബീഹാർ. അവസാനം ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? അവിടെ നിതീഷ് കുമാറിന് 102 സീറ്റ്, ബിജെപിക്ക് 92 സീറ്റ്. കേവലം 10 സീറ്റിന്റെ വ്യത്യാസത്തിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിട്ട് ഇന്ന് മുന്നോട്ട് നീങ്ങുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ബിജെപി മുന്നോട്ട് വരും. അവിടെ ബിജെപി ഭരിക്കുന്നു. ഇന്ന് ബീഹാറിന്റെ പ്രത്യേകത എന്താ? ഇരുണ്ട സംസ്ഥാനം എന്ന് പറയുന്ന ബീഹാർ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ IAS-കാരെയും IPS-കാരെയും IFS-കാരെയും ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമായി മാറി. ബിജെപിയാണ് അവിടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആ തരത്തിൽ ആ സംസ്ഥാനത്തെ നമ്മൾ മാറ്റിയിരിക്കുന്നു. അതുപോലെ ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനം, അവിടെയും ബിജെപി അധികാരത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംസ്ഥാനമുണ്ട് എന്നും വികസനമുണ്ട് എന്നും കണ്ടു. ഇന്ന് വ്യാവസായിക ഭൂപടത്തിൽ കുതിച്ചു കയറുകയാണ്. എന്താണ് ഈ മാറ്റം ഉണ്ടാവാൻ കാരണം? പട്ടിണിയുടെ, പരിവട്ടത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ പ്രശ്നങ്ങളുടെ നെടും ചുഴിയിൽ കിടന്ന് നട്ടം തിരിഞ്ഞ സംസ്ഥാനങ്ങൾ, പതിറ്റാണ്ടുകളോടും കോൺഗ്രസിന്റെ ഭരണം കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിച്ച ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി അവസരം കൊടുത്ത സംസ്ഥാനങ്ങൾ, ആ മൂവർണ്ണ കൊടി പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി ചോരയും വിയർപ്പും കൊടുത്തവർ, തലമുറകളായി കോൺഗ്രസിന് വേണ്ടി പാടുപെട്ടവർ, വികസനത്തിന് കോൺഗ്രസിന് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും മുന്നണികളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ബിജെപിയെ സ്വീകരിച്ചപ്പോ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നൊന്നായിട്ട് പുരോഗതിയിലേക്കും വികസനത്തിലേക്കും മുന്നേറ്റത്തിലേക്കും കുതിച്ചു ചാടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ രണ്ട് മുന്നണികളും അന്തചിത്രം കൊണ്ട് വിഷമിക്കുമ്പോ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള ഗ്രാഫ് നമ്മുടെ മനസ്സിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ മുന്നേറ്റം പഞ്ചായത്തില്, അതേപോലെ മുനിസിപ്പാലിറ്റികളില്, കോർപ്പറേഷനുകളില് സാന്നിധ്യം തെളിയിച്ചുകൊണ്ട്, ശക്തി തെളിയിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് വന്നു. അതിനുശേഷം പാർട്ടി അധ്യക്ഷൻ നടത്തിയ സംസ്ഥാന കേരള രക്ഷാ പദയാത്ര നമ്മുടെ നാട്ടിലൂടെ കടന്നുപോയപ്പോ നമ്മളൊക്കെ അതിന് ദൃക്സാക്ഷികളാണ്.